ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ ഈ 62-ാം ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംഖ്യയുടെ പുസ്തകം 12ഉം 13ഉം അധ്യായങ്ങളും, നിയമാവർത്തനത്തിൻ്റെ 11-ാം അധ്യായവും, സങ്കീർത്തനത്തിൻ്റെ 94-ാം അധ്യായവുമാണ് നമ്മുടെ പഠനത്തിന് ശേഷം വിശദമായ പാരായണത്തിനും വിഷയമാക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 12, 13 അധ്യായം അത് സുന്ദരമായൊരു കഥയുടെ തുടർച്ചയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയുടെ സഞ്ചരിക്കുമ്പോൾ ഇടയിലുണ്ടാകാവുന്ന എല്ലാ സംഗതികളെയും ഒന്നിനു പിറകെ ഒന്നായി അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് പ്രത്യേകമായി 2 അധ്യായങ്ങളിൽ കാണുന്നത്, ഒന്നാമത്തേത് ഒരു കുഷി സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന മരിയാമിനെയും അഹ്റോനെയും നമ്മളിവിടെ കാണുകയാണ്. അവർ രണ്ടുപേരും അവരുടെ കൂടാരത്തിനകത്തിരുന്ന് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുകയും ദൈവം അവർക്ക് സന്ദേശം നൽകുകയും ചെയ്യുന്നു. അവരോട് ആ കൂടാരത്തിന് പുറത്തോട്ട് വരാൻ, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ കൂടാരത്തിൻ്റെ അരികിലേക്ക് വരാൻ. അങ്ങനെ ദൈവസാന്നിധ്യമുള്ള കൂടാരത്തിൻ്റെ അരികിലേക്ക്, അതിൻ്റെ പുറത്ത് അവർ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുകയും മോശയുടെ ജീവിതത്തെ മുഴുവനായും വിശദീകരിച്ചുകൊണ്ട് ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. ദൈവം പറയുന്നത്, നിങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകാൻ, നിർദ്ദേശങ്ങൾ നൽകാൻ പല പ്രവാചകന്മാരിലൂടെയും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ മുഖാമുഖം ഞാൻ കണ്ട് സംസാരിച്ച ഏക വ്യക്തി അത് മോശയാണ്. ആ മോശയ്ക്കെതിരെ കുറ്റം പറയാൻ, അദ്ദേഹത്തെ പഴിക്കാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം കിട്ടിയെന്നാണ്. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവരോട് ദൈവം തർക്കിക്കുകയാണ്, കയർക്കുകയാണ്. അവസാനം അതിൻ്റെ ശിക്ഷയെന്ന പോലെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ സങ്കടം കൂടെ ദൈവം സമ്മാനിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? മരിയാമിൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠം പിടിച്ചതുപോലെ വെളുത്ത് വിളറുന്ന അവസ്ഥയുണ്ടായി. അവൾ ആ അവസ്ഥയിലായപ്പോൾ മോശയടക്കം അത് കണ്ട് അവൾക്ക് വേണ്ടി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി ജീവിതത്തിലുണ്ടായാൽ അവരുടെ രീതി അനുസരിച്ച് കൂടാരത്തിൻ്റെ വെളിയിൽ 7 ദിവസം പാർക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആ 7 ദിവസം അവൾ കൂടാരത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ വെളിയിൽ താമസിക്കട്ടെ, അവൾ ശുദ്ധിയുള്ളവളാകും. അങ്ങനെ മരിയാം പുറത്തിറങ്ങിപ്പോയി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ച് അഹ്റോനോടൊപ്പം ശുദ്ധിയുള്ളവളായി തിരിച്ചു വരികയാണ് 7 ദിവസങ്ങൾക്ക് ശേഷം. അതാണ് ആ ഒരു 12-ാം അധ്യായം അവതരിപ്പിക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മോശയും അഹ്റോനും കൂടെ തങ്ങളുടെ ജനത്തിൻ്റെ 12 ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 12 പേരെ, ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ വീതം 12 പേരെ തിരഞ്ഞെടുത്ത് ദൈവം തങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന കാനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി അയക്കുകയാണ്. അവർ ഒരുപക്ഷെ വേഷപ്രച്ഛന്നരായാകാം ആ ദേശത്തേക്ക് ചെന്നെത്തി അവരുടെ ജനങ്ങളുടെ ജീവിത രീതിയും കൃഷിയും കാലാവസ്ഥയും ചുറ്റുപരിസരങ്ങളും ജനങ്ങളുടെ ജീവിതവുമെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് തിരികെ വരികയാണ്. 40 ദിവസങ്ങൾ അവർ ആ ജനങ്ങൾക്കിടയിൽ പാർത്തു, അവരുടെ കണ്ണിൽ പെടാതെ. എന്നിട്ട് തിരികെ വന്ന ഈ ജനത്തിൻ്റെ പ്രതിനിധികൾ അവർക്ക് മുൻപിൽ, ജനത്തിൻ്റെ മുമ്പിൽ അവിടെ കണ്ട വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. അവർ അവിടെ നിന്ന് തെളിവായി വലിയ മുന്തിരിക്കുലകൾ കൊണ്ടുവന്നു. വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 2 പേർ പിടിച്ച് ഒരുമിച്ചാണ് ഒരു മുന്തിരിക്കൊലയെ ചുമലിലേറ്റി അവർ കൊണ്ടുവരുന്നത്. അതുപോലെ മറ്റു ഫലങ്ങളും അവരവിടുന്ന് കൊണ്ടുവന്നു. അതെല്ലാം കാണിച്ചിട്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായ തേനും പാലും ഒഴുകുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു സ്ഥലമാണതെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം അവിടെ ആശങ്ക പങ്കുവെക്കുകയാണ്. അവിടെ ആരോഗ്യത്തെക്കാൾ കൂടുതൽ ആരോഗ്യമുള്ള വലിയ മനുഷ്യന്മാരെ കണ്ടു. അവരൊരു പക്ഷേ തങ്ങളെ കീഴടക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ അവർ ഭയപ്പെടുന്നു. ആശങ്കകളൊക്കെ പങ്കുവെച്ച് നിൽക്കുന്നിടത്താണ് 13-ാം അധ്യായം അവസാനിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാതെ ഇപ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ട പോലെ ഓടിച്ചെന്ന് ആ ജനത്തെ കീഴടക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ മോശ അവരെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ വേണ്ടി അവരെ വഴിതിരിക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്, അവരെ പതുക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് 13-ാം അധ്യായം അവസാനിക്കുന്നത്. ഇനി നിയമാവർത്തന പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനു മുന്നേ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട സമയങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈജിപ്തിൽ നിന്ന് ദൈവം എങ്ങനെ അവരെ പുറത്തോട്ട് കൊണ്ടുവന്നു, ഈജിപ്തിൽ വെച്ച് അവർ സ്വയം കൃഷി ചെയ്യുകയും ആ കൃഷിക്ക് വേണ്ടി അവർ വെള്ളം കോരി നനയ്ക്കുകയും ചെയ്തെങ്കിൽ
ദൈവം അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന സ്ഥലത്ത് അവർ കൃഷിക്ക് വേണ്ടി വിത്തുകൾ പാവിക്കഴിയുമ്പോൾ ആകാശത്ത് നിന്ന് ദൈവം മഴ വർഷിച്ചുകൊണ്ട് അതിനെ പരിപാലിക്കുന്ന സമയമുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോശ ആരംഭിക്കുന്നത്. പിന്നീട് ചെങ്കടൽ പിളർന്നതിനെക്കുറിച്ച്, വഴിയിൽ യാത്രാമധ്യേ ദൈവം അവരെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച്, ജലം നൽകി സമൃദ്ധമായി അവരെ മുന്നോട്ട് കൊണ്ടുപോയതിനെക്കുറിച്ച്, അവർക്ക് കാടപ്പക്ഷിയെ നൽകിയതിനെക്കുറിച്ച്, മന്ന നൽകിയതിനെക്കുറിച്ച്, മേഘത്തൂണിലും അഗ്നിസ്തംഭത്തിലും ദൈവം അവർക്ക് പ്രകാശമായി കൂടെ ഉണ്ടായതിനെക്കുറിച്ച്, അങ്ങനെ ദൈവം അവരുടെ കൂടെ ഉണ്ടായ അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മോശ. അതിനുശേഷം ഓർമ്മിപ്പിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, അന്യദേവന്മാരെ ആശ്രയിക്കാതിരിക്കുക എന്നത് വളരെ കർശനമായി പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 94-ാം അധ്യായം, അത് കുറച്ചുകൂടെ കഠിനമായ വാക്പ്രയോഗങ്ങളാണ്. ദൈവത്തെ ധിക്കരിക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തെ തടയുകയും ചെയ്യുന്നവർ സമൂഹത്തിൽ നിന്ന്, ഭൂതലത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്ന വിനാശത്തിൻ്റെ അവസ്ഥ കൂടെ അവതരിപ്പിച്ചിട്ടാണ് സങ്കീർത്തനത്തിൻ്റെ 94-ാം അധ്യായം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 3 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഒരുമിച്ചെടുത്ത് ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിച്ചേരുകയാണ്. ഒന്നാമത്തേത്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വ്യക്തമായി ഇടപെട്ടതിൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. സൗകര്യപൂർവ്വം നമ്മൾ പലതും മറന്നു കളയുകയാണ്. എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയില്ല, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കിട്ടാതെ പോയതിനെക്കുറിച്ചെല്ലാം സങ്കടപ്പെട്ട് നമ്മൾ അരികിലേക്ക് മാറി നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ടതിൻ്റെ നല്ല ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കുക, കർത്താവിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കീഴ്വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. മോശയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് മോശയെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയ വഴികളിൽ അതിനെതിരെ പിറുപിറുത്തുകൊണ്ടാണ് അഹറോനും മരിയാമും ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്രോധത്തിന് അത് വഴിയായി മാറുന്നുണ്ട്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കാരുണ്യപൂർവ്വം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നമ്മൾ കീഴ്വഴങ്ങിക്കൊടുക്കുക എന്നൊരു സന്ദേശം കൂടെ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രിയരെ, ധ്യാനപൂർവ്വം നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ വായനയിലേക്ക് പ്രവേശിക്കുകയാണ്. സംഗീത പുസ്തകം 12-ഉം 13-ഉം, നിയമാവർത്തനത്തിൻ്റെ 11-ാം അധ്യായവും, അതുപോലെ തന്നെ സങ്കീർത്തനത്തിൻ്റെ 94-ാം അധ്യായവും, ഈ 2 കാര്യങ്ങൾ മനസ്സിൽ ചേർത്തുകൊണ്ട് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തേത്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ പ്രാർത്ഥനാപൂർവ്വം ഓർത്തെടുക്കുക. ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കീഴ്വഴങ്ങുക. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, പ്രവർത്തിക്കാൻ, നമ്മിലൂടെ പ്രവർത്തിക്കാൻ അവസരമൊരുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അധ്യായം 12. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹറോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങിവന്ന് സമാഗമ കൂടാര വാതിൽക്കൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുളിച്ചെയ്തു, എന്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവനെ എന്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എന്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നതെന്ത്? കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിന്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. അഹറോൻ മോശയോട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവൾ ആകരുതേ. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു. ദൈവമേ, അവളെ സുഖപ്പെടുത്തണമേ.
കർത്താവ് മോശയോട് പറഞ്ഞു, തന്റെ അപ്പൻ മുഖത്ത് തുപ്പിയാൽ പോലും അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കയില്ലേ? 7 ദിവസം അവളെ പാളയത്തിന് പുറത്തു പാർപ്പിക്കുക, അതിനുശേഷം അകത്ത് കൊണ്ടുവരാം. അങ്ങനെ മിരിയാമിനെ 7 ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി. അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ ജനം യാത്ര പുറപ്പെട്ടില്ല. അതിനുശേഷം അവർ ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയമടിച്ചു. അധ്യായം 13. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അയച്ചത് ഇവരെയാണ്: റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിന്റെ മകൻ ഷമ്മുവ, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ കാലെബ്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് നൂനിന്റെ മകൻ ഹൊഷയ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റാഫുവിന്റെ മകൻ പൽത്തി, സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഗദ്ദീയേൽ, ജോസഫിന്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായേലിന്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിൽ നിന്ന് വോഫസിയുടെ മകൻ നഹബി, ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിന്റെ മകൻ ഹോഷയായിക്ക് മോശ ജോഷുവ എന്നു പേരുകൊടുത്തു. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് നെഗബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നാടേതു വിധമുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ, അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ, അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ, അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ, ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ, വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുക. ആ ദേശത്തു നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുൻപ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്തു. 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടുപോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർ മുന്തിരിക്കൊല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിനു ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദശിൽ വന്ന് മോശയെയും അഹറോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു: നീ പറഞ്ഞയച്ച ദേശത്തു ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ നെഗബിലും, ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും, കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലെബ് പറഞ്ഞു: നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു: ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിന്റെ മലന്മാരായ മക്കളെ
അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. അധ്യായം 11. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ. ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ, ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ, അവിടുത്തെ മഹത്വം, ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ വെച്ച് അവിടുത്തെ രാജാവായ ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും, ഈജിപ്തുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത്, അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ടവരെ മൂടിയത്, ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത്, നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ മരുഭൂമിയിൽ വച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ, റൂബന്റെ മകൻ ഏലിയാവിന്റെ മക്കളായ ദാത്താനോടും അബീറാമിനോടും അവിടുന്ന് ചെയ്തവ, ഇസ്രായേലിന്റെ മധ്യ വെച്ച് ഭൂമി വാപ്പിളർന്ന് അവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യമൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത്, ഇവയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ. ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ. ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലുമൊഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാനിടയാവുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഈജിപ്ത് പോലെയല്ല. അവിടെ വിത്ത് വിതച്ചതിന് ശേഷം ഒരു പച്ചക്കറി തോട്ടത്തെ എന്ന പോലെ ക്ലേശിച്ച് നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത്. വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും. നിങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്ന കന്നുകാലികൾക്കാവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചിൽ സ്ഥലത്ത് ഞാൻ മുളപ്പിക്കും. അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും. വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും. മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു കളയും. ഭൂമി വിളവ് നൽകുകയില്ല. അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളുടെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും. ഞാൻ നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ച്
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലെബനോൻ വരെയും മഹാനദിയായ യൂഫ്രട്ടീസ് മുതൽ പശ്ചിമ സമുദ്രം വരെയുമുള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും. ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന സകല പ്രദേശങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രാന്തിയും അവിടുന്ന് സംജാതമാക്കുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ മുൻപിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗെരിസിം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം. ഈ മലകൾ ജോർദാന്റെ മറുകരെ സൂര്യനസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ അരാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഗിൽഗാലിനെതിരെ മോറയിലെ ഓക്കുമരത്തിനടുത്താണിവ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു. അത് കൈവശപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കുവിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്ന ദുഷ്ടന്മാർക്കെതിരെ സങ്കീർത്തകൻ നടത്തുന്ന പ്രാർത്ഥനയാണ് 94-ാം സങ്കീർത്തനം. കർത്താവാണ് നീതിമാന്റെ ശക്തി കേന്ദ്രം എന്ന ബോധ്യത്തിലേക്ക് ദൈവമേ ഞങ്ങളെ നയിക്കണമേ. പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. കർത്താവേ, ദുഷ്ടന്മാർ എത്ര നാളുയർന്നു നിൽക്കും? എത്ര നാളഹങ്കരിക്കും? അവർ ഗർവിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വൻപു പറയുന്നു. കർത്താവേ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു. അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദേശിയെയും
വധിക്കുന്നു, അനാഥരെ കൊന്നു കളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിഡ്ഢികളെ അറിഞ്ഞുകൊള്ളുവിൻ, ഭോഷരെ നിങ്ങൾക്ക് എന്നു വിവേകം വരും. ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ, കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ, ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ, അറിവു പകരുന്നവന് അറിവില്ലെന്നോ. കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവർ ഒരു ശ്വാസം മാത്രം. കർത്താവേ, അവിടുന്നു ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവനു കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അതു മാനിക്കും. ആരെനിക്കു വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും, ആരെനിക്കു വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും. കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്നു ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എന്റെ
ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ? നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു. നിർദോഷനെ അവർ മരണത്തിനു വിധിക്കുന്നു. എന്നാൽ കർത്താവ് എന്റെ ശക്തി കേന്ദ്രമാണ്, എന്റെ ദൈവം എന്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്കു തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂക്കിക്കൊണ്ടുപോകും.